Hello everyone, welcome back our YouTube channel. This is Krishna Priya. അപ്പോൾ നമ്മളിപ്പോൾ കുറേ നാളുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി നമ്മളുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമില്ലേ. കൂടുതലും നമ്മൾ ഈ വൈറ്റമിൻ സിയെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളത് നമ്മളുടെ കോവിഡ് ആ ഒരു കാലഘട്ടത്തിലൊക്കെയായിരുന്നു. കോവിഡ് വന്ന ആ ഒരു സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ സി എടുത്തത് കൊണ്ട് തന്നെ അവർക്ക് കോവിഡ് വലിയ രീതിയിലൊന്നും എഫക്റ്റ് ചെയ്യാതെ പോയി, വൈറ്റമിൻ സി നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്നൊക്കെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ കേട്ട് വന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മളുടെ സ്കിന്നിനെ അത് ബ്രൈറ്റൻ ആക്കുന്നു എന്നുള്ളത് അടുത്തിടെയായിട്ടാണ് കുറെ ഒരു ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ശരിക്കും ഈ ഒരു സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ വൈറ്റമിൻ സി നമ്മളുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരാൾക്ക് പോലും ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ നമ്മളെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് വൈറ്റമിൻ സി. നമ്മളിപ്പം എന്താ പറയുന്നത്, ഗ്ലൂട്ടാത്തയോണിന്റെ കാര്യം നമ്മൾ കേട്ടിട്ടില്ലേ. ഗ്ലൂട്ടാത്തയോൺ നമ്മളെ ഏത് രീതിയിലൊക്കെയാണോ ഹെൽപ്പ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾക്ക് വൈറ്റമിൻ സി കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതിൽ കൂടി നമ്മൾക്ക് നമ്മളുടെ സ്കിന്നിനെ കുറച്ച് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ സ്കിന്നിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമാണ് വൈറ്റമിൻ സി. എന്താ പറയുക, നമ്മൾ ഈ ആഫ്റ്റർ ഡെലിവറി ഒക്കെ നമ്മളുടെ സ്കിന്ന് വല്ലാണ്ട് ഒരു എന്താ പറയുന്നത്, നമ്മളുടെ ഒരു കൺട്രോളിൽ അല്ലാതായി മാറും. നമ്മളിപ്പം സ്കിന്നിനെ എത്ര കെയർ ചെയ്യാൻ ശ്രമിച്ചാലും ആ ഒരു ടൈമിലൊന്നും നമുക്ക് സ്കിന്നിനെ കെയർ ചെയ്യാൻ പോയിട്ട് നമ്മളുടെ എന്താ പറയുന്നത്, നമ്മളുടെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനാണ് നമ്മളൊരു അമ്മയാകുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എൻ്റെ സ്കിന്ന് പോകെ ഡാമേജ് ആകുന്നത് പോലെ തന്നെ എനിക്കും ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ പുറത്തൊക്കെ പോയി പഠിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിലും എൻ്റെ ഫേസ് ആകെ ടാനൊക്കെ അടിച്ച് ആകെപ്പാടെ നമ്മളുടെ സ്കിന്നൊരു ഡാമേജ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ സ്കിന്നിന് നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. കാരണം നമ്മളുടെ ആ ഒരു സ്കിന്നിനെ നമ്മൾ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടോ അത്രമാത്രം സ്കിന്ന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് തന്നെ കാണാനും സാധിക്കും. നമ്മളിപ്പോൾ ഡെയിലി ഫേസ് വാഷ് ചെയ്യാറുണ്ട്, ഡെയിലി എന്താ പറയുന്നത് കുളിക്കാറുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ട്. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് ചെയ്തില്ല, ഒരു 10 ദിവസം അടുപ്പിച്ച് നമ്മൾ ബ്രഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ പല്ലിന് ഡാമേജ് ഉണ്ടാകും ഇല്ലേ. അതേപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന കാര്യമാണെങ്കിലും കുറേ നാൾ നമുക്ക് കുളിക്കാതിരിക്കണമെന്ന് ഒരിക്കലും പറ്റത്തില്ല, കാരണം നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ആവും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളുടെ സ്കിന്നിനും അതിൻ്റെതായിട്ടുള്ള കെയർ കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതും പോകെ നല്ല രീതിയിൽ ഡാമേജ് ആകാൻ തുടങ്ങും. അതേപോലെ തന്നെ ഒരുപാട് പേര് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പ്രായത്തിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ ഏജ് തോന്നുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഒരുപാട് പേർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മളുടെ ഈ ഒരു വൈറ്റമിൻ സി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതിലൂടെ നമ്മുടെ ഒരു ബേബി സ്കിന്നാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വൈറ്റമിൻ സി കഴിക്കുന്ന ആൾക്കാർക്ക് കൂടുതലും ഈ പറയുന്ന കിഡ്നി സ്റ്റോൺ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്, അല്ലെങ്കിൽ അവർക്ക് സ്തംഭനം ഉണ്ടാകുന്നു. ഇതൊക്കെ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈറ്റമിൻ സി എടുക്കുന്നതിനോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ ഇത് കിഡ്നി വഴി നമ്മൾക്ക് പുറന്തള്ളാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയിൽ ഇത് ഒരു സ്റ്റോൺ ആയിട്ട് ഒരു കല്ലായിട്ട് മാറുകയും അത് പിന്നീട് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വൈറ്റമിൻ സി എടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് വേണം വൈറ്റമിൻ സി കഴിക്കാൻ എന്ന് പറയുന്നത്. കാരണം മെയിനായിട്ട് ഇതിനകത്തിലുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സി കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ ധാരാളം വെള്ളം കുടിച്ചിരിക്കണം എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹെൽത്ത് വൈസ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ സി എടുക്കുന്നതിലൂടെ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈറ്റമിൻ സി നമുക്ക് ഒരു ദിവസം നമ്മൾക്ക് 100 mg താഴെ മതി, 100 മില്ലിഗ്രാമിൽ താഴെ മാത്രം മതി നമുക്ക് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിക്ക് അത്രമാത്രം ആവശ്യമേ ഉള്ളൂ. പക്ഷേ
വൈറ്റമിൻ സി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ അത് ചാടിക്കേറി വാങ്ങി എന്താ പറയുന്നത് 100 mg കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഫുഡിനകത്തിൽ നമുക്ക് വൈറ്റമിൻ സി കിട്ടാറുണ്ട്. അപ്പോൾ ഫുഡ് ഐറ്റംസ് ഇന്ന ഫുഡ് ഐറ്റംസിനകത്തിൽ വൈറ്റമിൻ സി ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, ഈ ഫുഡ് ഐറ്റംസ് എല്ലാം ഒരുമിച്ച് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഡേ തന്നെ 100 mg കൂടുതൽ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുകയും അത് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അധികമായാൽ അമൃതവും വിഷം എന്ന് പറയുന്നത് പോലാണ് വൈറ്റമിൻ സിയുടെ കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വൈറ്റമിൻ സി കഴിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ 100 mg താഴെ വൈറ്റമിൻ സി എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് വൈറ്റമിൻ സി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് 100% അവർക്ക് സ്കിൻ ബ്രൈറ്റൻ ആവാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഇല്ലാതാക്കാനും വൈറ്റമിൻ സി നമ്മളെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വൈറ്റമിൻ സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100% നമ്മൾക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഇത്രയൊക്കെ ബെനിഫിറ്റ് തരുന്ന വൈറ്റമിൻ സി ആണെങ്കിൽ പോലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സപ്ലിമെന്റിന്റെ പുറകെ പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ഒരിക്കലും ആ ഒരു സപ്ലിമെന്റിന്റെ പുറകെ പോകണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു രീതിയിലെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് നമ്മൾക്ക് ഉണ്ടാവാതിരിക്കത്തില്ല. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു സപ്ലിമെന്റ് അല്ലേ കഴിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ സപ്ലിമെന്റുകളെ ആശ്രയിക്കാതെ ജീവിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എത്ര ബെനിഫിറ്റ് തരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു സപ്ലിമെന്റിനെ ആശ്രയിക്കാതെ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് ഐറ്റംസ് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു എന്താ പറയുന്നത് കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയ കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ദിവസവും ഒരു നെല്ലിക്ക വീതം കഴിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിൽ കൂടുതൽ കഴിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് ഐറ്റംസിൽ ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. നെല്ലിക്ക നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം നെല്ലിക്ക വാങ്ങുന്നതിനകത്തിൽ നമുക്കൊരു 450 മില്ലിഗ്രാം വൈറ്റമിൻ സി കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ഫുഡ് ഐറ്റംസിലൂടെ നമ്മളുടെ ഉള്ളിലേക്ക് വൈറ്റമിൻ സി എത്തുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ഐറ്റംസിൽ ഏതിലൊക്കെയാണ് വൈറ്റമിൻ സി ഉൾപ്പെടുന്നത് എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ആ ഒരു വൈറ്റമിൻ സി ഉൾപ്പെടുന്ന ആ ഒരു ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ നിങ്ങൾ ഫുഡ് ഐറ്റംസ് ആണ് പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വൈറ്റമിൻ സി എടുക്കുന്നതിനോടൊപ്പം തന്നെ കൂടെ വെള്ളവും കുടിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകാതിരിക്കുക. നമ്മൾ വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ കിഡ്നി വഴി ഇത് പുറന്തള്ളപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് അവിടെ അടിഞ്ഞു കൂടിയിട്ട് നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് ഐറ്റംസ് ആണ് നമ്മളുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. നെല്ലിക്കയിൽ ഒരു 100 ഗ്രാം നെല്ലിക്ക എടുക്കുകയാണെങ്കിൽ ഒരു 450 മില്ലിഗ്രാം വൈറ്റമിൻ സി ആണ് നെല്ലിക്കയിലുള്ളത്. അതേപോലെ തന്നെ കിവി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം കിവിയിലുള്ളത് 90 മില്ലിഗ്രാം വൈറ്റമിൻ സി ആണ്. അതേപോലെ തന്നെ പപ്പായയിൽ 60 മില്ലിഗ്രാം വൈറ്റമിൻ സി വരും. സ്ട്രോബെറിയിലും 60 മില്ലിഗ്രാം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓറഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 50 മില്ലിഗ്രാം വരുന്നുണ്ട്. ബനാനയിൽ 10 മില്ലിഗ്രാം വരുന്നുണ്ട്. ഇനി നമ്മൾ വെജിറ്റബിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബ്രോക്കോളിയിൽ 90 മില്ലിഗ്രാം ആണ് വരുന്നത്. കോളിഫ്ലവറിനകത്തിൽ 50 മില്ലിഗ്രാം. അതേപോലെ തന്നെ ക്യാപ്സിക്കനകത്തിൽ 80 മില്ലിഗ്രാം ആണ് വരുന്നത്. സോ ഇതൊക്കെയാണ് നമ്മളുടെ ഫുഡ് ഐറ്റംസ്. അപ്പം നിങ്ങൾ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. സോ നമ്മൾക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.